ഓണനാളുകളിൽ സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യത. ഇന്ന് സംസ്ഥാനത്താകെ ശക്തമായ മഴ പെയ്യാനാണ് സാധ്യത എന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. കേരള, ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഓണക്കാലത്തും പ്രളയത്തിന്റെ ദുരിതത്തിലാണ് പത്തനംതിട്ട ആറന്മുളയിലെ വ്യാപാരികൾ. ലക്ഷങ്ങളുടെ നഷ്ടമാണ് പലർക്കും ഉണ്ടായത്. പലിശയ്ക്ക് കടം വാങ്ങിയാണ് പലരും കച്ചവട സ്ഥാപനങ്ങൾ വീണ്ടും തുറന്നു പ്രവർത്തിക്കുന്നത്. സർക്കാരിന്റെ സഹായങ്ങൾ അടിയന്തരമായി ലഭ്യമാക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. പ്രളയത്തില് വലിയ നഷ്ടമാണ് ആറന്മുളയിലെ വ്യാപാരികൾക്കുണ്ടായത്. കച്ചവടക്കാർക്ക് വലിയ നഷ്ടമുണ്ടായി. എന്തായാലും ഓണക്കാലമായതോടെ അത് വീണ്ടും ആ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിച്ചിരിക്കുകയാണ്. നഷ്ടപരിഹാരങ്ങൾ ഇനിയും കിട്ടാനുണ്ട്. അതിലും വലിയ പ്രതിസന്ധിയാണ് അവർ നേരിടുന്നത്. അവർ നമ്മളൊപ്പം ഈ കച്ചവടക്കാർ തന്നെ ചേരുകയാണ്. അങ്ങനെ ഈ എല്ലാം നഷ്ടപ്പെട്ടു. ഇതിനകത്തിലുള്ള എല്ലാ സംഗതികളും ശക്തമായ ഒഴുക്കിനെ തുടർന്ന് എല്ലാം രണ്ട് സൈഡ് ഒഴുകും. വൺ സൈഡ് ഇങ്ങോട്ട് ഒഴുകി റിട്ടേൺ ഇറങ്ങി പോകുമ്പോൾ അതുപോലുള്ള അതിലും ശക്തമായ ഒഴുക തിരിച്ചു വന്നു. കാരണം ലോഡ് ലെവലായി വെള്ളം കഴിഞ്ഞിട്ട് തിരിച്ചൊരു പോക്കാതെ അപ്പൊ ഇതിന് കംപ്ലീറ്റ് ഈ ഭാഗം മൊത്തം ഒഴി ഈ സാധനങ്ങളെല്ലാം അതിനകത്ത് പോയി. ഇതിപ്പോ നിങ്ങൾ കാണുന്നതെല്ലാം ഇതിന് ഞാൻ ഒന്നേന്ന് റീസെറ്റ് ചെയ്ത് കൊണ്ടുവന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഓണത്തോടനുബന്ധിച്ച് പലയിടത്തു നിന്നും പൈസയൊക്കെ കടമൊക്കെ എടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഈ രീതിയിലേക്ക് ലെവലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. പരമാവധി നമ്മൾ ഓണക്കച്ചവടം പ്രതീക്ഷിക്കുന്നു. എന്നാലും ഒരു കാരണവശാലും സാധനങ്ങൾക്ക് വില കൂട്ടി വെക്കാൻ ഒരു പരിപാടി ഇവിടെ ചെയ്യുന്നില്ല. നമ്മുടെ ഇവിടുത്തെ നാട്ടുകാർ ജനങ്ങൾ നല്ലോണം നമ്മളോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ സഹകരണം ഇപ്പം തുടർന്ന് നമ്മൾ സ്റ്റാർട്ടിങ്ങിന് ശേഷം നല്ല രീതിയിലായിട്ടുണ്ട്. എത്ര രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ടോ? ഇതിപ്പോ എല്ലാവിടെ ഒരു 4.5 ലക്ഷം രൂപയ്ക്ക് മേലെ എനിക്ക് ഇതിനകത്ത് തന്നെ നഷ്ടം വന്നിട്ടുണ്ട്. ഇൻവേർട്ടർ, ബാറ്ററി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അതിനകത്ത് മുങ്ങിപ്പോയി. അങ്ങനെ വലിയൊരു നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയുന്നത് ഉദ്യോഗസ്ഥർ വന്ന് കണക്കൊക്കെ എടുത്തിട്ട് പോയോ? ഉദ്യോഗസ്ഥര് ഇവിടെ നേരിട്ട് വന്നിട്ടില്ല, വരും എന്ന് പറയുന്നുണ്ട്. നമ്മൾ അതിന്റെ ഇപ്പം ഓണത്തിരക്കായുണ്ടായിരിക്കും അവര്. അത് തന്നെ ആദ്യം ഒരു വീടിന്റെ ആണെന്ന് പറഞ്ഞു, കൃഷി വീടൊക്കെ കഴിഞ്ഞിട്ടാണ് കടകളുടെ എന്ന് പറഞ്ഞു. അത് ആലുവലി നിൽക്കുന്നുണ്ട്, എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പോ നമുക്ക് സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ നല്ല പ്രതിസന്ധിയായി. ഇപ്പൊ ഞാൻ പറഞ്ഞു കടമെടുത്തിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം ഇനിയെന്ന് വെച്ചാൽ ഈ ഓണക്കച്ചവടം നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഇപ്പൊ ഇതുവരെയും നമ്മൾ ഓർഡർ കൊടുത്തതനുസരിച്ച് വെളിയിൽ ഓർഡർ വെച്ച് നമ്മൾ നേരിട്ട് സാധനം ഇവിടെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ നിങ്ങൾ കാണുന്ന വളരെ കുറച്ച് സാധനം വന്നിട്ടുള്ളൂ. കൂടുതൽ നഷ്ടം ഉണ്ടായതല്ലേ? ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടായിരിക്കുന്ന ആറന്മുളയിലെ പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കുന്നത് എൻ്റെ ഈ കടയ്ക്ക് നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഈ റെസ്റ്റോറൻറ്റ്, ഇവിടാണ് ഏറ്റവും കൂടുതൽ ഹൈറ്റിൽ വെള്ളം കയറി വന്നതും നാശനഷ്ടങ്ങൾക്ക് കൂടുതൽ ഇതായി പോയി. ഈ സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. സാധനങ്ങൾ പൂർണ്ണമായിട്ടും ഇവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ, അതായത് ഇവിടെ ഒരടി ഹൈറ്റ് വെള്ളം വിചാരിക്കുമ്പോഴത്തേക്ക് എന്നോളം ഹൈറ്റ് ഈ കട ഇത്ര ഇടം ഫുള്ളായിട്ട് സാധനങ്ങൾ മൊത്തം ഒഴുകിപ്പോയി എന്നുള്ളത്. എന്ന് വെച്ചാൽ ഭയങ്കര ശക്തമായ ഒഴുക്കായിരുന്നു രണ്ട് സൈഡിലൂടെ. അതാണ് എന്തായാലും പ്രതിസന്ധി രൂക്ഷമാണെങ്കിലും അവർ ആ കടമെല്ലാം മായ്ച്ചാണ് വീണ്ടും കച്ചവടം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എന്തായാലും ആറന്മുളയിലെ വ്യാപാരികൾ വലിയ പ്രതിസന്ധിയാണ് ഈ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് നേരിടുന്നത്. ആറന്മുളയിൽ നിന്നും ശശി നാരായണൻ, ന്യൂസ് 18. മുരിഞ്ഞ ഉപ്പേരി, വരട്ടിയെടുത്ത ശർക്കര, ഈ വിഭവങ്ങൾക്ക് തിരുവോണം അരികിലെത്തിയതോടെ ആവശ്യക്കാർ ഏറുകയാണ്. ഒപ്പം വിലയും. വെളിച്ചെണ്ണയുടെയും ഏത്തക്കയുടെയും വില കുതിച്ചു കയറിയതാണ് ഉപ്പേരി വിപണിയിലും പ്രതിഫലിച്ചത്. കിലോയ്ക്ക് 560 രൂപ നിരക്കിലാണ് വിൽപ്പന പൊടിപൊടിക്കുന്നത്. തിരുവോണത്തിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ പൂവിപണിക്ക് ഒപ്പം സജീവമായിരിക്കുന്ന മറ്റൊരു വിപണി കൂടിയുണ്ട്. അത് മറ്റൊന്നുമല്ല, ഉപ്പേരിയും ശർക്കര വരട്ടിയും ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. മുൻപെങ്ങുമില്ലാത്ത വിധത്തിലുള്ള തിരക്കാണ് ഈ കടകളിലൊക്കെ. തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഉപ്പേരിയും ശർക്കര വരട്ടിയും ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളൊക്കെ. ഉപ്പേരി ഉണ്ടാക്കുന്നത് നമ്മൾ എപ്പോഴും കാണുന്നതാണ്. പക്ഷേ ശർക്കര വരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നേരിൽ കാണാനുള്ള ഒരു അവസരം കൂടിയാണിത്. ഇത് സെക്രട്ടേറിയറ്റിന് സമീപത്തുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. അവിടെ ഉപ്പേരിക്കൊപ്പം ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ശർക്കര വരട്ടി, അത് വലിയ ഉരുളിക്കുള്ളിലേക്ക് വറുത്ത് വച്ചിരിക്കുന്ന കായിട്ട് വഴറ്റിയ ശർക്കരയിൽ അത് വഴറ്റിയെടുക്കുകയാണ്. ആ സുന്ദരമായ കാഴ്ചയാണ്. ഇവിടെ നിന്നാൽ ആർക്കും അതെടുത്ത് കഴിക്കാൻ തോന്നും. അത്രയും മനോഹരമാണ് ആ കാഴ്ച. ഇങ്ങനെ വലിയൊരു പ്രോസസ്സിനൊടുവിലാണ് നമ്മുടെ കയ്യിലേക്ക് എത്തുന്ന ഈ ശർക്കര വരട്ടി. നമ്മുടെ സദ്യ ഇലകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യം വിളമ്പുന്ന 2 ഇനങ്ങളാണ് ഉപ്പേരിയും ശർക്കര വരട്ടിയും. ആ ശർക്കര വരട്ടി ഉണ്ടാക്കിയെടുക്കുന്നത് ഈ വിധത്തിലാണ്. സമാനമായ തരത്തിൽ ഉപ്പേരിയുമുണ്ട്. ഈ ശർക്കര വരട്ടിക്കാണ് തോന്നുന്നു ആയാസം കൂടുതൽ. അതുകൊണ്ടാണ് ഇത്തരത്തിൽ അതിനുവേണ്ടി കുറച്ചുകൂടി ഒരു എഫേർട്ട് എടുത്തുകൊണ്ടുള്ള
അവരുടെ പ്രവർത്തനം. നമുക്ക് ഈ വിശേഷങ്ങളൊക്കെ അവരോട് തന്നെ ചോദിക്കാം. ഈ ഉപ്പേരി ഉണ്ടാക്കുന്നേക്കാളും തിരക്കുണ്ടാകുന്നത് ഇതിനാണല്ലേ, ഈ ശ്രമകരം? ഉപ്പേരിയാണ് ഏറ്റവും കൂടുതൽ പാട് ഉണ്ടാക്കാൻ. ഇത് എത്ര കിലോ കാണും ഇപ്പൊ? ഇതിപ്പോ 30 കിലോത്തുണ്ട്. 30 കിലോ. അപ്പൊ ഇത് ആദ്യം നമ്മൾ വറുത്തെടുക്കും അല്ലേ? ആദ്യം വറുത്തെടുത്ത് പിന്നെ തണുത്ത ശേഷം ശർക്കര പാവ് വെച്ച് ആ പാവിനെടുത്ത് ചുക്കൊക്കെ ഇട്ട് എല്ലായിടത്തും ഇങ്ങനെ ഉണ്ടാക്കാൻ പോകും. ഇതിന്റെ അകത്ത് എല്ലാം മറ്റേ എല്ലാം ഇട്ടെല്ലാം എല്ലാം ഇട്ട് കുരുമുളക് എല്ലാം ഇട്ട്. എങ്ങനെയുണ്ട്? അടിപൊളി ഓണോ. തിരക്ക് എല്ലാ വർഷത്തെ പോലെ അതിനെക്കാട്ട് കൂടുതലാണ് ഈ കേരളം. കൂടുതലാണ്. അതെ അതെ. ഇത് നമ്മൾ ഈ കായ എവിടുന്നാണ് കൊണ്ടുവരുന്നത്? നമ്മുടെ മടക്കാട് ചെന്നത്. അതെ അതെ. ഇപ്പൊ എങ്ങനെയാ നമ്മുടെ വില? എങ്ങനെയാണ് ഇത്തവണ? 140 രൂപ 1 കിലോ ശർക്കര വരട്ടി ചിപ്സോ എല്ലാം ഒരേ. വെളിച്ചെണ്ണയിലും ഉള്ളി വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ. കുമാർ വെളിച്ചെണ്ണ ചിപ്സിൽ മാത്രമാണ് ചെയ്യണത്, ഉണ്ടാക്കണത്. വില കൂടുതലാണ് ഇത്തവണ. കഴിഞ്ഞ വില കൂടുതലാണ്. ആ അതാണ് വില കൂട്ടിയത്. ഞങ്ങളായിട്ട് കൂട്ടിയതല്ല. കായ്ക്ക് അതെ കുഴപ്പമില്ല. അതെ ഓണം എല്ലാം കൊല്ലം നടക്കുന്നുണ്ട്. ഈ കൊല്ലം കുറച്ച് കൂടുതലേ നടക്കുന്നു. ആണല്ലേ? ഓക്കെ. അപ്പൊ ഇതിനി എത്ര നേരം എടുക്കും? നമുക്ക് ഒരു 10 മിനിറ്റ് ഈ പൊടി തൂറ്റി ഈ ചുക്ക് കിടുമ്പം അതിപ്പോ സെറ്റാവും. അപ്പോൾ ഇത് മനോഹരമായിട്ട് ഉണ്ടാക്കിയാണ്. ചുക്കും മറ്റ് ചില ഔഷധക്കൂട്ടൊക്കെ ഇട്ട് ഒരുമിച്ച് പൊടിച്ചുണ്ടാക്കിയ ഏലക്കയൊക്കെ. അതെ അതെ. ചുക്ക്, ഏലക്ക, ഗ്രാമ്പൂ ഒക്കെ പൊടിച്ചിട്ട് ശർക്കര പാനിക്ക് മുകളിൽ വറുത്ത വാഴക്കയുടെ മുകളിലേക്ക് അത് ഇടുകയാണ്. അങ്ങനെ അത് വറുത്ത് 10 മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ സ്വാദിഷ്ടമായ ചക്കര പുരട്ടി എന്ന് നമ്മൾ പരമ്പരാഗതമായി വിശേഷിപ്പിക്കുന്ന ചക്കര പുരട്ടി റെഡിയാകും. ഈ 2 ദിവസമാണ് ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാകുന്നത്. ഇവിടെ നമുക്കറിയാം, ഈ ചിപ്സ് ഉണ്ടാക്കുന്നതിനും അതോടൊപ്പം ഈ ശർക്കര പുരട്ടി ഉണ്ടാക്കുന്നതിനും വേണ്ടി വാഴക്കുല, അത് വലിയ വാഴക്കുലകൾ ഒരുമിച്ചെത്തിച്ച് അത് പ്രോസസ് ചെയ്യുന്ന നടപടി അത് മറ്റൊരു സൈഡിൽ പുരോഗമിക്കുകയാണ്. ഇങ്ങനെയുള്ള കടകളിൽ ഏറ്റവും തിരക്കുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഓണക്കാലം. ഞാൻ ഈ കട നമ്മൾ ഇതുവഴി യാത്ര സാധാരണയായി ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാറുള്ള ഒരു കടയാണ്. എപ്പോഴും തിരക്കുള്ള ഒരു സ്ഥലം കൂടിയാണ്. ഇവിടെ ഇങ്ങനെ ചിപ്സും എപ്പോഴും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചിപ്സും ഉണ്ടാക്കാൻ പോവാണ്. എനിക്കൊരു 2 ചിപ്സ് തരുമോ? ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് വെളിച്ചെണ്ണയിലുള്ള ചിപ്സാണ്. വളരെ രുചികരമായ ചിപ്സ്. അതോടൊപ്പം ഉണ്ണിയപ്പമുണ്ട്. അങ്ങനെ സ്വാദിഷ്ടമായ വിഭവങ്ങളുടെ ഒരു കലവറ തന്നെയാണ്. ഇത് കഴിച്ചു നോക്കണം, അപ്പോഴേ അതിന്റെ രുചി മനസ്സിലാകത്തുള്ളൂ. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ചിപ്സിന് കുറച്ചുകൂടെ കൗതുകമാണ്. അപ്പോൾ അതുപോലെ ശർക്കര വരട്ടിയും കൂടെ കഴിച്ചിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ. പക്ഷേ അത് 10 മിനിറ്റ് കൂടെ എടുക്കും ആകാൻ വേണ്ടി. അപ്പം ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഇത് ഉണ്ണിയപ്പം. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഒരു ട്രേഡ് മാർക്ക് ഐറ്റം. ഇതിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരേറെ ഉള്ള ഒരു വിഭവം ഉണ്ണിയപ്പം തന്നെയാണ്. ഉണ്ണിയപ്പം അതുപോലെ തന്നെ സുന്ദരമാണ്. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കുന്നതും അത് കഴിക്കുന്നതൊക്കെ അതിനേക്കാൾ രുചികരം. അപ്പോൾ ഈ ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരേറുന്ന, പ്രത്യേകിച്ച് സദ്യയിലെ ഒഴിച്ചുകൂടാനാവാത്ത 2 വിഭവങ്ങളാണ് ഉപ്പേരിയും ശർക്കര പുരട്ടിയും. അത് ഉണ്ടാക്കുന്ന മനോഹരമായ കാഴ്ചയാണ് അവിടെ. ഈ 2 ദിവസം നമുക്ക് ഏറ്റവും തിരക്ക് എപ്പോഴാണ്, അല്ലെങ്കിൽ പരമാവധി എത്ര വാഴക്കുല വരെ ഇതിനു വേണ്ടിയിട്ട് ഇത് പ്രോസസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുള്ള കാര്യം കൂടെ നമുക്ക് ചോദിച്ചറിയാം. ചേട്ടാ, ഒരു ദിവസം നമ്മൾ എത്ര കൊല പരമാവധി ഉപയോഗിക്കും? 1000 കിലോ ഒക്കെ അടുപ്പിച്ച് തരും. 1000 കിലോ. അപ്പൊ നിങ്ങൾ രാത്രി വരെയും പ്രവർത്തിക്കുക? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതന്നെ ജോലി. രാത്രി ആയാലും ഇത് തന്നെയാണ്. അപ്പൊ ഇനിയുള്ള 3-4 ദിവസമായിരിക്കും ഏറ്റവും? 3 ദിവസം അങ്ങനെ ആയാലും വെളുപ്പിനെ ഒരു 3 മണി വരെയൊക്കെ ചെയ്യേണ്ടി വരും. 1000 കിലോ. 1000 കിലോ. ഓക്കെ. അപ്പോൾ അത്തരത്തിലാണ് വിശേഷങ്ങൾ. ഇത് ഒരു സ്ഥലത്ത് മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ ഈ വിഭവങ്ങൾ, ഉപ്പേരി, ശർക്കര പുരട്ടിയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഉണ്ടാക്കുക കൂടി ചെയ്യുന്ന മനോഹരമായ കാഴ്ച കാണേണ്ടതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തിയത്. നഗരത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ഉപ്പേരിക്കും ശർക്കര പുരട്ടിക്കും വേണ്ടി ഓടി നടക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ വിപണിയും പൊടിക്കുകയാണ് തിരുവോണത്തെ വരവേൽക്കാൻ. ക്യാമറമാൻ സന്തോഷ് കുമാറിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. ഓണസദ്യ കൈകൊണ്ട് വാരി തിന്നാൻ പറ്റാത്ത വിദ്യാർത്ഥിക്ക് അമ്മയുടെ വാത്സല്യത്തോടെ ചോറ് വാരി നൽകി ടീച്ചർ. കരുനാഗപ്പള്ളി ക്ലാപ്പന SVHSSലെ ബിന്ദു ടീച്ചറിന്റെ മാതൃവാത്സല്യം കാണാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.